ചില ആളുകൾ ഭയങ്കര ചർച്ചാ വിഷയമാണ്. എന്തെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷ ബീവിക്ക് എത്ര വയസ്സായിരുന്നു? കേട്ടാ തോന്നും വിവാഹം നിശ്ചയിക്കാൻ വേണ്ടി ഇയാളെയാണ് ഏൽപ്പിച്ചത് അല്ലേ? ആയിഷ ബീവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് മറ്റന്നാൾ കല്യാണം നടക്കാൻ വേണ്ടി അല്ലെ അടുത്ത മാസം കല്യാണം നടക്കാൻ വേണ്ടി നിശ്ചയം നടത്താൻ ഇവരെ ഏൽപ്പിച്ചതാണ് എന്ന് തോന്നുന്നു അല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പ്രായം എത്രയാണ്? ചങ്ങായിന്റെ ചോദ്യം 8 ആണോ 6 ആണോ 11 ആണോ? എത്രയായാലും എന്താ നിനക്ക്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയല്ലേ വിവാഹം ചെയ്തു കൊടുത്തത്? അന്നത്തെ കാളിയാർ വന്ന് വിവാഹം ചെയ്തു കൊടുത്തല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബാപ്പയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ബാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളൊക്കെ ഭയങ്കര സ്നേഹമുള്ള, ആയിഷ ബീവിയോട് ഭയങ്കര താല്പര്യമുള്ള, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ ഭയങ്കര ടെൻഷനുള്ള 1400 കൊല്ലം കഴിഞ്ഞ് വന്ന നിന്നെ പരിഗണിക്കാനാണ്. നിങ്ങൾ ആലോചിച്ചു. ഇനി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം എവിടെ? എന്റെ സ്വന്തം ബാപ്പ എപ്പോഴാണ് കല്യാണം കഴിച്ചു? ഒന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളെ സ്വന്തം ബാപ്പ ഭാര്യയെ കല്യാണം കഴിക്കുന്ന സമയത്ത് എത്ര വയസ്സായിരുന്നു? ചോദിച്ചു നോക്ക്. 1400 കൊല്ലം മുമ്പുള്ള കഥയല്ലേ ഞാൻ പറയുന്നത്? 150 കൊല്ലം മുമ്പുള്ള കഥയാണോ? അതുമല്ല. 30 കൊല്ലം മുമ്പുള്ള കഥ, 40 കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ സ്വന്തം ഉമ്മമാരോട് ചോദിച്ചു നോക്ക്, നിങ്ങളെ ബാപ്പ വിവാഹം കഴിക്കുന്ന സമയത്ത് എത്രയായിരുന്നു നിങ്ങളെ പ്രായം? അപ്പൊ ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? ഉമ്മാക്ക് ചിരിക്കാനേ ഉള്ളൂ അല്ലേ? ഉമ്മാക്ക് എന്തെങ്കിലും പ്രയാസം പറയാണ്ടോ? എന്തോ വിഷമം പറയണ്ടോ? ഇല്ല മോനെ, അന്ന് എനിക്ക് 11 ആയിരുന്നു, എനിക്കന്ന് 10 ആയിരുന്നു. എന്റെ അന്നൊന്നും ജീവിച്ച ആളുകൾക്കൊന്നും ബുദ്ധിയില്ലായിരുന്നു. അന്നൊന്നും ജീവിച്ചിരുന്ന ആളുകൾക്ക് ബുദ്ധിയില്ല എന്നാണോ പറയുന്നത്? അതിന്റെ അടയാളാണോ നീ നിന്നെ പ്രസവിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിക്കേട്. അന്ന് 10 വയസ്സിലും 11 വയസ്സിലും 12 വയസ്സിലും നമ്മളെ ഉപ്പമാരും ഉമ്മമാരും വിവാഹം ചെയ്തിട്ട് ഇവിടെ ആർക്കും ഒരു കംപ്ലൈന്റ് പറയാനില്ല. 1400 കൊല്ലം മുമ്പ് നടന്ന കല്യാണത്തെ കുറിച്ച് ഇപ്പൊ ഭയങ്കര ചർച്ചാ വിഷയം. ഓ എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അറിവില്ലാത്തവൻ പരിഭാഷ വായിച്ച് പറയുന്ന ചില വാക്ക് കേട്ടിട്ട്, അറിവില്ലാത്തവൻ ഹദീസിന്റെ വ്യാഖ്യാനങ്ങൾ അറിയാതെ അത് പരിഭാഷ വായിച്ചിട്ട് ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തോ അല്ലാതെയോ പരിചയപ്പെടുത്തുന്നത് കേട്ടിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് മോശമായി പോയി എന്ന് പറയുന്ന വിവരദോഷിയായ ഞാൻ വെറുതെ പറയില്ല, അതിന്റെ പേരിൽ നഷ്ടം ചെറുതാകൂല. ഈമാനുള്ള മുഅ്മിനാണോ അതല്ലാത്തവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. ഈമാനുള്ള മുഅ്മിനാണോ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത സംസാരം സംസാരിച്ചത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം ഞാൻ കേട്ടു. എന്താ പ്രസംഗത്തിൽ പറയുന്നത് അറിയോ? ഉസ്താദിന്റെ കുട്ടിക്കാലത്ത് ഉസ്താദൊക്കെ ചെറുതായിരുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ നാട്ടിൽ ദീനീ പ്രവർത്തനം നടത്തുമ്പോ എന്റെ കുട്ടി ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന 2 ആജിയാക്കന്മാരുണ്ട്, അവരെ കയ്യിൽ മാത്രമേ എന്ന കാറുണ്ടായിരുന്നുള്ളൂ എന്നാ ഉസ്താദ് പറയുന്നത്. എങ്ങനെ? നാട്ടിലാകെ പരിസരത്ത് തന്നെ, നാട് തന്നെ ഒരു ചെറിയ നാട്ടിലല്ല, ആ പരിസരത്ത്, നാടിന്റെ പരിസരത്ത് ആകെ 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ മക്കളോട് ചോദിച്ചാലോ, എന്റെ വീട്ടിലുണ്ട് വലിയ 2 കാറ് എന്ന് പറയില്ലേ മക്കള് അല്ലെ? അല്ലെ എല്ലാവരുടെ വീട്ടിലും ഉണ്ട് 2-3 കാറുകൾ അല്ലെങ്കിൽ ഒരു കാറ്. അതിനുള്ള ആവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നവീകരിച്ചു വന്നിട്ടുണ്ട്. ഇല്ല എന്ന് നിഷേധിക്കാൻ നിർവാഹമുണ്ടോ? ഇല്ല. ഉസ്താദ് പറയാണ്, അന്നത്തെ കാലത്ത് ആചാര്യയുടെ കാറും എടുത്ത് പോകുമ്പോ ആചാര്യ ഇറങ്ങിറങ്ങുന്ന സമയത്ത് വണ്ടി ന്യൂട്രലാക്കിയിട്ട് ഓഫാക്കിയിട്ടാ പോവുക. എന്തിനാണെന്ന് പറയാ? എണ്ണ ലാഭിക്കാനാണ്. അന്നത്തെ കാലത്ത് ആർക്കെങ്കിലും അത് വിഷമായിട്ട് തോന്നിയോ? ആചാര്യത്ത് പൈസ ഇല്ല, എണ്ണ അടിക്കാൻ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്നിട്ടും ആചാര്യല്ലൊരു ആചാരായിട്ട് തന്നെ അന്ന് കണ്ടത്. എന്തുകൊണ്ട്? അന്നത്തെ കാലത്ത് എവിടെയും കാറില്ലാത്ത സമയത്ത് ന്യൂട്രലിട്ട് ഓടിച്ച ആർക്കെങ്കിലും ഒന്നും കംപ്ലൈന്റ് പറയാനുണ്ടാവോ? ന്യൂട്രല്ല അയാളെ പൊരേന്റെ മുറ്റത്ത് നിർത്തിയാൽ തന്നെ അന്ന് കാറുണ്ടായ ഒരു ബഹുമാനാണ് അല്ലേ? അയാളെ മുറ്റത്ത് കാറുണ്ടല്ലോ, അത് മതി എന്ന് വിചാരിക്കുന്ന കാലഘട്ടമാണെന്ന് ഇന്നൊരാള് പറയാണ് അയാൾ എത്ര വലിയ പിശുക്കനായിരുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ജീവിച്ചിരുന്ന ആചാരെ പറ്റി കുറ്റം പറയുന്നവനായാൽ ഇവരെ കേടുന്നല്ലാതെ എന്ത് പറയാനാണ്? 1400 കൊല്ലം മുമ്പ് നടന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹം അന്നത്തെ സാഹചര്യത്തിലും അന്നത്തെ അറബി കാട്ടാളന്മാർക്കിടയിൽ പെൺകുട്ടികൾക്ക് വില നൽകാത്ത സമൂഹത്തിനിടയിൽ യഥാർത്ഥത്തിൽ പെൺകുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ അല്ലാഹു നിയോഗിച്ചയച്ച പ്രവാചകനായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ കൊന്നുകളയണം, പെൺകുട്ടികളെ കൊല ചെയ്ത് കളയണം എന്ന് പറയുന്ന അറബി കാട്ടാളന്മാർക്കിടയിൽ ഇറങ്ങിയിട്ട് ആ പെൺകുട്ടികൾ നിങ്ങൾക്ക് ബർക്കത്താണ്, നിങ്ങൾക്ക് നിഅമത്താണ് എന്ന് ഉച്ചത്തിൽ പറയാൻ പേടിയില്ലാതെ ആ സമൂഹത്തിനിടയിൽ ദഅവത്ത് നടത്താൻ അല്ലാഹു നിയോഗിച്ച പ്രവാചകന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ ഇകഴ്ത്താൻ വേണ്ടി ഏതോ യഹൂദികളുടെ ആചാരം വാങ്ങി വന്നിരിക്കുന്ന വിവരദോഷികൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിരോധികളായ ഏതോ പുത്തൻവാദിയുടെ ആചാരം വാങ്ങി വന്നിരിക്കുന്ന വിവരദോഷികൾ അതേ നിസാരപ്പെടുത്താൻ വേണ്ടി പറയുന്ന ചില വാചകങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഈമാനില്ലാത്തവരായി അതേ അവരെ മാറിപ്പോയാൽ അവരെ നശിപ്പിച്ചു എന്നല്ലാതെ അവരോട് മറ്റെന്ത് പറയാനാണ്? അവരുടെ സ്വന്തം മക്കളുടെ ഏത് വെറും മുസ്ലിം പെൺകുട്ടികളെ മാത്രമല്ല, പഴയ കാലത്തുള്ള അത് ഏത് അമുസ്ലിമിന്റെ കുട്ടികളെ നോക്കിയാലും അവരുടെ അച്ഛന്മാരും അവരുടെ അമ്മമാരും വിവാഹം കഴിക്കുന്നതിന് കേരളത്തിൽ 18 എന്ന് പ്രായം പറയാൻ തുടങ്ങിയിട്ട് 18 കൊല്ലായോ ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 18 വയസ്സായാലേ വിവാഹം കഴിപ്പിക്കാവുന്ന നിയമം വന്നിട്ട് 18 കൊല്ലായോ ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട് ആ നിയമം വന്ന വർഷം കുറച്ചു കാലം മുമ്പാണ് ഞാനൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഇപ്പൊ ഇത് വന്നൊരു നിയമം, അങ്ങനെ ഒരു നിയമം വന്നപ്പോൾ ഇപ്പൊ 18 വയസ്സുള്ള കുട്ടികളെ കെട്ടിക്കുന്ന ഒരു രൂപമുണ്ടായി. അപ്പൊ നമുക്ക് പഴയതിങ്ങനെ ചീഞ്ചലിഞ്ഞതായിട്ട് തോന്നുന്ന സ്വഭാവം, പഴയകാലത്തുള്ള ചിന്താഗതികളെ മോശമായി ചിന്തിക്കുന്ന സ്വഭാവം, പഴയകാലത്തുള്ള സ്വന്തം ബാപ്പമാരെയും ഉമ്മമാരെയും ഇകഴ്ത്തുന്ന ചിന്താഗതിയുള്ള സ്വഭാവം നമ്മളെ സ്വഭാവത്തിന്റെ ദൂഷ്യമാണ് എന്നാ ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ.